മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ 35 ദിവസത്തെ കടുത്ത പ്രചാരണത്തിന് ശേഷം ഇനി സ്ഥാനാർത്ഥികളുടെ മുഖത്തുള്ള ആ ഭാവം വേണം എഴുതിയെടുക്കാൻ. എത്രത്തോളം ആത്മവിശ്വാസത്തിലുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. UDF-ന് വലിയ പ്രതീക്ഷ ആണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല ഷാഫിക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം പാലക്കാട് അസംബ്ലി ചോദിക്കുമ്പോൾ ആ ഷാഫിയുടെ സന്തത സഹചാരി തന്നെ ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ തന്നെ എത്തുന്നു. ക്ഷേത്ര ദർശനത്തോടു കൂടിയാണ് എന്ന് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദിവസം ആരംഭിക്കാൻ പോകുന്നത്. അത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഷാഫിയുടെ പിൻഗാമിയായി യുവനിരയുടെ ഒരു മുഖം എന്ന് തന്നെ കോൺഗ്രസിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. കഴിഞ്ഞ ദിവസം ആണ് ഈ വ്യാജ ID കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നത്. പക്ഷേ രാഹുൽ ചോദിച്ചത് അത് ഇന്നലെ ആയിരുന്നല്ലോ വരേണ്ടത്, ഒരു ദിവസം നേരത്തെ വന്നല്ലോ എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം ഭക്തിയിൽ നിറഞ്ഞതായിരുന്നു ഈ പാലക്കാടത്തെ പ്രചാരണം. അത് 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഭക്തിയിൽ നിറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കൽപ്പാത്തി രഥോത്സവ വോട്ടെടുപ്പിനെ ബാധിക്കുകയില്ല. റൈറ്റ്. യെസ്, അതാണ്. ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് എത്തിയിരിക്കുന്നു. വിശ്വാസത്തോടു കൂടിയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പലപ്പോഴായി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് പാലക്കാട്ട് തങ്ങൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ വിഷയങ്ങളടക്കം തന്നോട് പറയുന്നു എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. എന്തായാലും പാലക്കാടുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടെ ജനത ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് എന്തായാലും വോട്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലെ? അതെ, ഏതായാലും 10 സ്ഥാനാർത്ഥികളിൽ രാഹുലിന് ഒരു അപരൻ കൂടി ഉണ്ട്. ഇതിപ്പോ ഇതൊക്കെ തുടക്കത്തിലെ വിഷയങ്ങളാണ്. അപരൻ വോട്ട് പിടിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പലതരത്തിലുള്ള വിവാദങ്ങൾ വന്നപ്പോൾ സജിത്ത് അവിടെ ഉണ്ട്. TG സജിത്ത് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സജിത്ത്, UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രചാരണം എത്രത്തോളം ശക്തമാക്കാൻ കഴിയുമോ, എത്രത്തോളം ശക്തി പ്രകടനമാക്കി കൊണ്ട് നടക്കാൻ കഴിയുമോ എന്നുള്ളതെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മുന്നിൽ വന്ന കാര്യമാണ്. അതിലൊക്കെ ഏറെക്കുറെ UDF വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ യാക്കര ക്ഷേത്രത്തിൽ നിന്ന് രാഹുൽ അകത്തോട്ട് കയറുമ്പോൾ അവിടെ യാക്കര അതിന് തൊട്ടടുത്ത് നിന്ന് തന്നെ TG സജിത്തും ചേരുന്നു. സജിത്ത്, UDF-ന്റെ ക്യാമ്പുകളിൽ എത്രത്തോളം വിജയപ്രതീക്ഷ, പരമാവധി പോളിംഗ് ശതമാനം അനുകൂലമായിട്ട് കൂട്ടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോ പ്രതികരണമോ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് രാഹുലിന്റെ മുഖത്തെ ഭാവം വായിച്ചെടുക്കുക? ഗുഡ് മോർണിംഗ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ആദ്യ ദിവസം ആരംഭിച്ചത് തന്നെ ഒരു ക്ഷേത്ര ദർശനത്തോടെ കൂടിയാണ്. ഈ മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം ദർശനത്തിനെത്തിയിരിക്കുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ പുറത്തിറങ്ങി വരും. ഇതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഗവൺമെന്റ് LP സ്കൂൾ യാക്കര. ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഇടമാണ് അവിടെ. രാഹുൽ മാങ്കൂട്ടം അതിനുശേഷം ആ ബൂത്തിലേക്ക് പോകും. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മണ്ഡലത്തിൽ വോട്ടില്ല. വോട്ടറല്ലാത്ത പ്രധാന സ്ഥാനാർത്ഥികൾ ഒരാൾ അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഷാഫി പറമ്പിൽ രാവിലെ ആദ്യം തന്നെ വോട്ട് ചെയ്യാനെത്തും, അവിടേക്ക് പോകും. അതിനുശേഷമായിരിക്കും മണ്ഡലത്തിലെ മറ്റിടങ്ങളിലേക്കൊക്കെ അദ്ദേഹം കടക്കുക. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രത്തിലേക്ക് വരുമ്പോൾ ഇത്രയധികം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സങ്കീർണ വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ഇത്ര വ്യത്യസ്ത വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അത് പാലക്കാടിന്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് ഊഹിക്കാം 13-ാം തീയതി വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ടാണ് 20-ലേക്ക് അത് മാറ്റിയത്. ഈ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ തന്നെ, ആ ദിവസങ്ങൾ മാത്രം എടുത്താൽ ആ 7 ദിവസങ്ങളിൽ പാലക്കാട് ഏറ്റെടുക്കേണ്ടി വന്ന, പാലക്കാട് ചർച്ച ചെയ്ത സങ്കീർണമായ വിഷയങ്ങൾ എത്രയോ വലുതാണ്. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ, ഈ പ്രചരണമൊക്കെ എങ്ങനെ വോട്ടർമാർ ഏറ്റെടുത്തു എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് കാത്തിരിപ്പും. എന്തായാലും കാടിടച്ചുള്ള വലിയ പ്രചരണ വിഷയങ്ങളായിരുന്നു. പല പല വിഷയങ്ങളും വിവാദ വിഷയങ്ങളും മാധ്യമങ്ങളിലും അടക്കം കത്തി നിന്നാണ്. പക്ഷേ ഇതെങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതാണ് നിർണായകമാവുന്ന കാര്യം. വോട്ടെടുപ്പിന്റെ ഈ ദിവസം ചർച്ച ചെയ്യപ്പെടുക 2 പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കും. ഒന്ന്, മണ്ഡലത്തിൽ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഏകദേശം 5000-ഓളം വോട്ടർമാർ, കന്നി വോട്ടർമാരാണ്, പൂർണ്ണമായും കന്നി വോട്ടർമാരാണ്. ഒരുപക്ഷെ വിധി നിർണ്ണയിക്കുകയും അവർ തന്നെയാവും. ഇതിന് പുറമെയാണ് 2500-ൽ പരം വരുന്ന ഇരട്ട വോട്ട് വിവാദം. ഇന്നത്തെ ഒരു ദിവസത്തെ
ഏറ്റവും ചർച്ചകൾ നിറയ്ക്കാൻ പോകുന്നതാണ്. കാരണം പാലക്കാട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ വോട്ടെടുപ്പ് ദിവസം നമ്മൾ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിൽ സമീപ നാളുകളിൽ കാണാത്ത രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത പാലക്കാട് ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും ഇരട്ട വോട്ട് നിലനിൽക്കുന്ന ബൂത്തുകളിൽ വലിയ മറ്റ് എതിർ പാർട്ടികൾ ചലഞ്ച് ചെയ്യുകയും അത് വലിയ സംഘർഷങ്ങളിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാവും. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ നേരിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടും, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടും എന്നതൊക്കെ നിർണായകമാണ്. അതുകൊണ്ട് ആ സംഘർഷ സാധ്യത ഇന്ന് തള്ളിക്കളയാനും കഴിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം അല്പസമയത്തുള്ളിൽ ഈ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഇറങ്ങി വരും. ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ പകൽ ദിനം പാലക്കാടിനെ നിർണായകമാക്കുക ഈ ഇരട്ട വോട്ട് വിവാദവും ഒപ്പം തന്നെ പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റക്കുറച്ചിലുകളും അതും ഈ ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ടതായി മാറി. ഏതായാലും രാഹുലിന് മണ്ഡലത്തിൽ വോട്ടില്ല, പക്ഷേ ഷാഫി പറമ്പിൽ മണപ്പുള്ളിക്കാവ് LPS എത്തും. അതായത്